പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പാടുന്നു: നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ജീവിത നിലവാരം എപ്പോഴും ഒരുപോലെ ആയിരിക്കുകയില്ല. ചിലർ സമ്പന്നരും ഉന്നത വിദ്യാഭ്യാസമുള്ളവരുമായിരിക്കുമ്പോൾ മറ്റു ചിലർ ദരിദ്രരും വിദ്യാഭ്യാസം കുറഞ്ഞവരുമായിരിക്കും. ചിലർ നല്ല ആരോഗ്യമുള്ളവരായിരിക്കുമ്പോൾ വേറെ ചിലർ രോഗികളായിരിക്കും. ഏത് മേഖലകളിൽ നോക്കിയാലും ഉയർച്ച താഴ്ചകൾ കൂടെയാണ് എല്ലാവരും കടന്നു പോകുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒരിക്കലും ഒന്നിനും യാതൊരു മുട്ടും വരികയില്ലെന്നും അവർക്ക് വച്ചടി കയറ്റം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുമാണ് ചിലരുടെ ധാരണ. ഉയർച്ച എന്നതുകൊണ്ട് സാമ്പത്തികമായ ഉയർച്ച മാത്രമാണ് ഈ കൂട്ടർ ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെ പലരെയും പല നിലകളിലും താഴ്ത്തിക്കളയാറുണ്ട്. എന്തിനാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് താഴ്ത്തുന്നത്? നമുക്കെല്ലാവിധ സുഖ സൗകര്യങ്ങളും സമൃദ്ധിയുമുണ്ടെങ്കിൽ നാം വേണ്ടുന്നത് പോലെ ദൈവത്തെ അറിയുകയോ ആരാധിക്കുകയോ ഇല്ലെന്ന് ദൈവത്തിന് നന്നായി അറിയാം. പാപം ചെയ്തു നശിക്കാതിരിക്കുവാൻ ചിലപ്പോൾ താഴ്ചകൾ പരാജയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം വരുത്തും. ഇത് തിരിച്ചറിഞ്ഞ ഒരു ഭക്തൻ പ്രാർത്ഥിച്ചത്: വ്യാജവും ഭോഷ്കും എന്നോട് അകറ്റണമേ, ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്നെന്നെ പോഷിപ്പിക്കണമേ. ഞാൻ തൃപ്തനായി തീർന്നിട്ട് യഹോവ ആർ എന്ന് നിന്നെ നിഷേധിപ്പാനും ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ചെൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ തീണ്ടിപ്പാനും സംഗതി വരരുതേ എന്നാണ്. ഒരു വ്യക്തിയുടെ ശരിയായ സ്വഭാവം വെളിപ്പെടുന്നത് അയാൾ താഴ്ചയിലിരിക്കുമ്പോഴാണ് എന്ന് ദൈവത്തിന് നന്നായി അറിയാം. ഓരോരുത്തരുടെയും സ്വഭാവവും ഹൃദയ നിലവാരവും ഗ്രഹിച്ചറിയുവാനും പിന്നീട് അവർക്ക് നന്മ ചെയ്യേണ്ടതിനും വേണ്ടി ദൈവം പലരെയും താഴ്ചകളിൽ കൂടെ കടത്തിവിടാറുണ്ട്. നിഗളിച്ച് നടന്നവരെ ദൈവം താഴ്ത്തിക്കളയുകയും ചെയ്യും എന്ന തിരുവചനം വ്യക്തമാക്കുകയും ചെയ്യുന്നു. ദൈവത്തെ ഭയമില്ല, വിശുദ്ധ ആരാധനയെ ബഹുമാനമില്ല, ജീവിതത്തിൽ ഉപവാസവും പ്രാർത്ഥനയുമില്ല. ഈ യാത്ര ഒരു വലിയ താഴ്ചയിലേക്ക് എന്നുള്ളത് ഈ കൂട്ടർ തിരിച്ചറിയുന്നില്ല. ദൈവസന്നിധിയിൽ ഉന്നത നിലയിൽ വസിച്ചിരുന്ന ലൂസിഫറിൽ നിഗളമുണ്ടായത് നിമിത്തം ദൈവം അവനെ വെട്ടിക്കളയുകയും അവനൊരു സാത്താനായി മാറുകയും ചെയ്തു. ആകയാൽ പ്രിയ ദൈവ പൈതലേ, ദൈവവചനം നിരസിക്കുന്നവരെയും അനുസരണക്കേട് കാണിക്കുന്നവരെയും ദൈവം താഴ്ത്തിക്കളയുകയും അവരെ സഹായിക്കുവാൻ ആരും കാണുകയുമില്ല. പിന്നത്തേതിൽ അവരുടെ ഹൃദയത്തെ അവൻ കഷ്ടത കൊണ്ട് താഴ്ത്തി അവർ ഇടറി വീണു. സഹായിപ്പാൻ ആരുമുണ്ടായിരുന്നില്ല എന്നാണ് തിരുവചനം പറയുന്നത്. എല്ലാവരും ഉയർച്ചയുള്ളവരെ മാത്രമേ ഓർക്കുകയുള്ളൂ, ഉയർച്ചയുള്ളവരെ സഹായിക്കുകയുള്ളൂ. തങ്ങളുടെ കൂട്ടത്തിൽ സാമ്പത്തികമായി താണുപോയവരെയും ആലംബഹീനരെയും സൗന്ദര്യം കുറഞ്ഞു പോയവരെയും തങ്ങളുടെ ഉറ്റ ബന്ധുക്കൾ പോലും മറന്നുപോവുകയും സാമ്പത്തികമില്ലാത്തതിൻ്റെ പേരിൽ അവഗണന അനുഭവിക്കുകയും ചെയ്യുന്ന മറ്റുള്ള മുമ്പിൽ താഴ്ത്തപ്പെടുന്നവരും വളരെ ഉണ്ട്. ശമൂവേൽ പ്രവാചകൻ ഈശായുടെ വീട്ടിലും വിരുന്നിനും വരും എന്ന് അറിഞ്ഞിട്ട് പോലും തൻ്റെ മാതാപിതാക്കളോ സഹോദരങ്ങളോ കാട്ടിൽ കിടന്ന ദാവീദിനെ ഒന്ന് അറിയിക്കുക പോലും ചെയ്തില്ല. അവർ അവനെ ഒഴിവാക്കി. എന്നാൽ അവൻ്റെ താഴ്ചയിൽ ദൈവം അവനെ ഓർക്കുവാനിടയാൻ. നമ്മുടെ കർത്താവിന് തൻ്റെ താഴ്ചയിൽ ന്യായം കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ തൻ്റെ ഭക്തന്മാരുടെ താഴ്ചകളിൽ കർത്താവ് ഓർക്കുകയും അവരെ വിടുവിക്കുകയും ചെയ്യും. ആമേൻ. കാരാഗ്രഹത്തിൽ കിടന്ന പത്രോസിനെ വിടുവിക്കുവാൻ കർത്താവ് മറന്നില്ല. കർത്താവ് പത്രോസിനെ ഓർക്കുവാനിടയായി. ഹന്നയുടെ താഴ്ചയിൽ ദൈവം ഓർക്കുവാനിടയായി. ലാസറിനെ ഓർക്കുവാനിടയായി. ഓർക്കുക മാത്രമല്ല അവനെ ഉയർത്തുകയും സ്തോത്രം ഹല്ലേലൂയ അവൻ ജീവൻ നൽകുകയും ഇടയായി. 38 വർഷം കുളക്കരയിൽ ആരും ഓർക്കാതിരുന്ന സ്തോത്രം പക്ഷപാതക്കാരനെ ദൈവം ഓർക്കുവാനിടെ കർത്താവ് അവനെ ഓർക്കുകയും അവനെ വിടുവിക്കുകയും ചെയ്തു. ഈ പ്രഭാതം പ്രിയ ദൈവപൈതലേ, നിന്റെ കഷ്ടതയുടെ നടുവിൽ ആരും നിന്നെ ഓർക്കാതിരിക്കുമ്പോൾ, ഹോസ്പിറ്റലിൽ അഭയം പ്രാപിച്ചിരിക്കുന്നവരെ ഓർക്കാതിരിക്കുമ്പോൾ, നിരവധി സഹായ
ആമേൻ അഭ്യർത്ഥനയുമായി അനേക പ്രിയപ്പെട്ടവർ നിൻ്റെ മുന്നിൽ വരുമ്പോൾ, ഇന്ന് പകൽക്കാലം നീ ഓർക്കാതിരിക്കുമ്പോൾ നിൻ്റെ സഹായം സ്തോത്രം ഹല്ലേലൂയ ആമേൻ അനുഭവിച്ചവർ ആമേൻ ഈ നാളുകളിൽ ആമേൻ നിന്നെ ഓർക്കാതിരിക്കുമ്പോൾ, പാപങ്ങൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ അപവാദങ്ങൾ പറഞ്ഞും പരത്തുമ്പോൾ, കുഞ്ഞെ ഭയപ്പെടേണ്ട. ഈ പ്രഭാതം നിന്നെ ദൈവം ഓർക്കുക തന്നെ ചെയ്യും. കഴിഞ്ഞ നാളുകളിൽ പരിഹരിക്കുവാൻ കഴിയാത്ത വിഷയങ്ങളുടെ നടുവിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ആമേൻ വിടുതൽ പ്രാപിച്ച അനേകർ ഇന്ന് പകൽക്കാലം ദൈവദാസന്മാരെ നിങ്ങളെ ഓർക്കാതിരിക്കുമ്പോൾ നിങ്ങളെ ഓർക്കുന്ന ഒരു ദൈവം ഈ പ്രഭാതമുണ്ട്. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത അനവധി മറുപടികൾ ലഭിച്ചിട്ടും ഉന്നതങ്ങളിൽ നിന്ന് എത്തിപ്പെട്ടിട്ടും ഇന്ന് പ്രഭാതം നിങ്ങളെ ഓർക്കാതിരിക്കുകയാണെങ്കിൽ സാരമില്ല കേട്ടോ. ദൈവം ആമേൻ ഓർക്കുന്ന ഒരു പകലായി മാറും. ഈ 7-ാം മാസത്തിൽ ദൈവം ഓർക്കുന്ന ഒരു മാസമാണ്. ദൈവം അനേക ഭക്തന്മാരെ ഓർക്കുകയും വിടുവിക്കുകയും വിശാലതകൾ ഒരുക്കുകയും ചെയ്യുന്ന ഒരു മാസമാണെന്ന് ഇന്ന് പകൽക്കാലം ഈ ശബ്ദം കേൾക്കുന്ന ദൈവകുഞ്ഞെ എന്നോടുകൂടെ ചേർന്ന് വിശ്വസിക്കാമോ? ആമേൻ പറയാമോ? നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവ കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം ഓർക്കുന്ന പകലായി മാറട്ടെ. അത്ഭുതം ചെയ്യണം, മഹത്വമെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.